ഹായ് ഫ്രണ്ട്സ്, എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും ഏത് പ്രായമാണെന്നുണ്ടെങ്കിലും വാസലിൻ ഇതുപോലൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടിയെ പൂർണ്ണമായിട്ട് കറുപ്പീകരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജാതിക്കയാണ് കേട്ടോ. ഒരു ജാതിക്കയേ ഉള്ളൂ. ഇത് ഞാൻ ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരല്പം തേനിൽ ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് മാറുന്നതാണ്. ഇപ്പോൾ ഞാനിതുപോലെ അരച്ചെടുത്തുള്ള ഈ ഒരു ജാതിക്ക ഞാനൊരു ചെറിയൊരു ഗ്ലാസ്സിലേക്ക് എടുക്കാമെന്ന് കേട്ടോ. ഒരല്പമേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം. ചൂട് പാൽ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ എത്ര ഉറക്കമില്ലെന്ന് പറഞ്ഞ ആൾക്കും നല്ലതുപോലെ സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇത് കുടിച്ചിട്ട് ഉറങ്ങി നോക്കൂട്ടോ. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ ജാതിക്കും അതിൻ്റെ കൂടെ റോസ് വാട്ടറുമാണ് എടുത്തിട്ടുള്ളത്. ജാതിക്ക നമ്മൾ റോസ് വാട്ടർ ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കല്ലിൽ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നൈസായിട്ടുള്ള രീതിയിൽ അരച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അരച്ചെടുക്കുന്ന ജാതിക്ക റോസ് വാട്ടർ മിക്സ് ചെയ്തത് നമ്മൾ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ കരിമങ്ങല്യമുള്ളവർക്ക് അത് പെട്ടെന്ന് മാറാനായിട്ട് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ കരിമങ്ങല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കറുത്ത പുള്ളികൾ, എവിടെയെങ്കിലും ടാൻ ഉണ്ടെങ്കിൽ ടാൻ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ ഒരാഴ്ച മിനിമം നിങ്ങളൊരു ഒരാഴ്ച ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ ഡാർക്ക് സ്പോട്ടുകളും പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കരിമങ്ങല്യം വന്നു കഴിഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് പോവാറില്ല. നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ആ കരിമങ്ങല്യം ഉറപ്പായിട്ടും അത് റിമൂവായി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അടുത്തൊരു ടിപ്സ് എന്ന് നോക്കാം. നമ്മൾ ഉണക്കമീനെല്ലാം ക്ലീൻ ചെയ്ത് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഉപ്പ് പോയി കിട്ടാനാണ് നമുക്ക് ഏറ്റവും പ്രയാസപ്പെടിച്ചത് കാര്യം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കില്ലേ. അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് അത് അങ്ങനെ മാറ്റി വയ്ക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മീനിൻ്റെ മുകളിൽ വരെ കഞ്ഞിവെള്ളം ഉണ്ടാവണം. എന്നിട്ടിത് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ഒരു 15 മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് 2-3 തവണ കഴുകുന്ന സമയത്ത് തന്നെ അതിലുള്ള ഉപ്പിൻ്റെ അധികമായിട്ടുള്ള ഉപ്പൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട ഉപ്പ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങളിത് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അല്പം എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറെ ഈസി ആവുന്നത് നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുറച്ച് അതിലേക്ക് നിങ്ങൾ എന്താണോ സാധാരണ ചേർത്താറുള്ള മസാല അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ഈ ഒരു മസാല പുരട്ടിയിട്ടുള്ള ഉണക്കമീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും ഒരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കിതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയവും അതേപോലെ തന്നെ നമ്മളുടെ ജോലി ഭാരവും കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്ന് വെച്ചാൽ വാസലിനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഒരു ഡപ്പയാണ് കേട്ടോ. എന്നിട്ട് ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വാസലിൻ അലിഞ്ഞൊരു ലിക്വിഡ് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഞാൻ ചേർത്താനായിട്ട് പോകുന്നത് കോഫി പൗഡറാണ്. എന്നിട്ട് കോഫി പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കോഫി പൗഡറും വാസലിനും കൂടി മിക്സ് ആയിട്ടുള്ള ഈ ഒരു ക്രീം നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കൺതടത്തിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രാവിലെ ഉണർന്നതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി. അടുത്തതെന്തെന്ന് നോക്കാം. ഇപ്പോൾ തലമുടി നരയ്ക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. കുഞ്ഞു കുട്ടികൾക്ക് വരെ തലമുടി നരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ഇല്ലാണ്ട് തന്നെ മുടിയെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് വേണ്ടത് ഞാൻ ആര്യവേപ്പിൻ്റെ ഇല കേട്ടോ. ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. നമ്മൾ തണലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ ടിഷ്യൂ പേപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഇത് ഞാനൊരു കിഴി രൂപത്തിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു മൺചിരാത് എടുത്ത് അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലെണ്ണയാണ് ഇട്ട് ഒഴിച്ചിട്ടുള്ളത്. നല്ലെണ്ണ എടുക്കാതിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് 2 സൈഡിലും ഓരോ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രം കമിഴ്ത്തി വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാം നല്ല രീതിയിൽ കത്തിയിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു കരി ഈ ഒരു പ്ലേറ്റിലേക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു കരി നിങ്ങൾ ഇതുപോലെ 2 രീതിയിലാണ് ഉപയോഗിക്കുന്നത്.
നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി പൂർണ്ണമായിട്ട് കറുത്ത് വരുന്നതിനുള്ള ഒരു വാസലിൻ ഉപയോഗിച്ചുള്ളൊരു ടെക്നിക്ക് കൂടിയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് വാസലിൻ എടുക്കുന്നുണ്ട്. വാസലിന് ഒരല്പം ഞാൻ എടുത്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങളുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാണ്ടാണ് മുടി വാഷ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് വിചാരിച്ച തരത്തിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. വാസലിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡൈൻ്റെ പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൂട്ടിലേക്ക് ഇനി നമുക്ക് തലയിൽ നിങ്ങൾ ഏത് എണ്ണയാണോ സാധാരണ തേക്കാറുള്ളത് അതൊരല്പം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദിവസവും ഇത് അപ്ലൈ ചെയ്ത് കുളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഈ വാസലിൻ ഉപയോഗിച്ച് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരു തരത്തിലുള്ള ഡാമേജുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. മുടി പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് വരുത്താനായിട്ട് ഈ വാസലിൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ഡൈ നിങ്ങൾക്ക് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. ദിവസേന നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് മുടി നന്നായിട്ടൊന്ന് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, ഷാമ്പു ഉപയോഗിക്കാണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങളുടെ മുടി സ്വാഭാവികമായിട്ടുള്ളൊരു കറുപ്പ് കളർ കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത എന്താണെന്ന് നോക്കാം. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാനുള്ള നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഡൈ ഉണ്ടല്ലോ, ഇത് നമുക്കിത് ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഉപയോഗിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൈ ഞാൻ എൻ്റെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള കറുപ്പ് കളറിൽ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് നരച്ചിട്ടുള്ള മുടിയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് മുടിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് തുടച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ടിഷ്യൂ പേപ്പറിൽ ഒരു തരി പോലും ആ കറുപ്പ് കളറ് പടരുന്നില്ല. ഈ ഒരു രീതിയിൽ ഈ ഒരു ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നരച്ചിട്ടുള്ള മുടി കറുപ്പാവുക എന്ന് മാത്രമല്ല നമ്മളുടെ സ്കിന്നിലേക്കോ ഒന്നും പടരില്ല. പിന്നെ അതേപോലെ തന്നെ ഒരല്പം വെള്ളം വീണാൽ പോലും അത് റിമൂവായി പോവില്ല കേട്ടോ. ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ആ ഒരു കറുപ്പ് കളറ് മങ്ങിയിട്ടുമില്ല, അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പറിലേക്ക് വന്നിട്ടുമില്ല. നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഞാൻ വെള്ളത്തിലൊന്ന് കഴുകി കാണിച്ചു തരാം. വെള്ളത്തിൽ കഴുകുന്ന സമയത്തും ആ കറുപ്പ് കളറിൽ ഒട്ടും തന്നെ ചേഞ്ച് വന്നിട്ടില്ല കേട്ടോ. ഡൈ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു കയ്യിൽ നമ്മൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്തും നമുക്ക് ആ കറുപ്പ് കളറിൽ ഒട്ടും തന്നെ കുറവ് സംഭവിച്ചില്ല കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.